യാത്രയുടെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിലൂടെയാണ്. രാജസ്ഥാനിലെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത് കോയമ്പത്തൂർ ഹിസാർ AC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ ഈ യാത്രയിൽ എനിക്ക് കൂടുതൽ പറയാനുള്ളത്, ഈ നമ്മുടെ രാജസ്ഥാനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിട്ടിലും സ്ഥലമാണ് കേട്ടോ. രാജസ്ഥാനിൽ കുറേ ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഉണ്ട്. ബിക്കാനീറിലും അതുപോലെ ജോധ്പൂർ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ രാജസ്ഥാൻ വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ദുൻഗാഗ്രഹ് റെയിൽവേ സ്റ്റേഷനിലാണ്. ദുൻഗാഗ്രഹ് റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഫോറസ്റ്റിനകത്താണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇത് ഫോറസ്റ്റല്ല, ഇത് മെയിൻ സിറ്റിയാണ്. കോയമ്പത്തൂരിൽ നിന്ന് കുറേ ആൾക്കാർ കയറിയിട്ടുള്ളവർ ഇവിടെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ കുറേ മലയാളീസും ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ മലയാളീസ് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദുൻഗാഗ്രഹ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നല്ല ലേറ്റായിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 4 മണിക്കൂർ ലേറ്റാണ് ഇപ്പം നമ്മൾ സ്റ്റേഷനിൽ വരുന്നത്. അങ്ങനെ ദുൻഗാഗ്രഹ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ദുൻഗാഗ്രഹ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വണ്ടിയുടെ കാര്യത്തിൽ നമുക്ക് വളരെ ശോകമാണ് കേട്ടോ. വണ്ടി ഭയങ്കര സ്ലോ ആയിട്ടാണ് വണ്ടി ഓടുന്നത്. കുറച്ച് സ്പീഡ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് സ്ലോ, പിന്നെ ക്രോസിങ് കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിക്കാനീർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ അവിടുന്ന് വണ്ടി ലോക്കോ ചേഞ്ച് ആവുകയാണ്. ലോക്കോ ചേഞ്ച് ആയിട്ട് തിരിച്ചാണ് വണ്ടി പോകുന്നത്. അപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന തേർഡ് AC കോച്ചിലാണ്. നമ്മുടെ കണ്ടില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള തേർഡ് AC കോച്ചാണ്. ഫ്രണ്ട്സ്, അങ്ങനെ എത്തിയിരിക്കുന്നത് രത്തൻഗ്രഹ് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. രത്തൻഗ്രഹ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3 മണി സമയം ആയിട്ടുണ്ട് കേട്ടോ. രത്തൻഗ്രഹിൽ എത്തിയപ്പോൾ നല്ല ലേറ്റായിട്ടാണ് വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു കാള കിടക്കുന്നുണ്ടല്ലേ, മണ്ടൻ കാള. അയ്യോ. അങ്ങനെ നമ്മൾ ഈ സ്റ്റേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അയ്യോ, ഇവിടെ കയറിയാൽ ചെയ്യാൻ പറ്റണം കേട്ടോ. വെയിലുണ്ടെങ്കിൽ ഒരു തണുപ്പുണ്ട്. വെയിലുണ്ടെങ്കിൽ തണുപ്പടിക്കുന്നുണ്ട്. തണുപ്പിച്ചിരി കൂടുന്നോ എന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇപ്പം നല്ല കുറച്ച് സ്പീഡായിട്ടുണ്ട്. ഇപ്പോൾ രാജസ്ഥാനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനാണെങ്കിൽ രാജസ്ഥാനിൽ കുറേ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. അംബർ പാലസ്, അതുപോലെ രക്തംബോർ നാഷണൽ പാർക്ക്, ഹവാ മഹൽ, സിറ്റി പാലസ്, മേഘ്രാഗ്രഹ് ഫോർട്ട്, ജന്തർ മന്ദിർ, സിറ്റി പാലസ്, ജയിൽസാമീർ ഫോർട്ട്, ജൽമഹൽ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. രാജസ്ഥാനിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ കേരളക്കാർക്ക് വരാൻ പറ്റിയ നല്ലൊരു ട്രെയിൻ കൂടിയാണ് ഇത്. ഈ പിന്നെ കോയമ്പത്തൂർ ഹിസാർ AC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അപ്പോൾ നിങ്ങൾ ഈ വണ്ടിക്ക് വരാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് ചുരൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ചുരൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു ഗുഡ്സ് ട്രെയിൻ കിടപ്പുണ്ട്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു 5 മണി സമയം ആവാറായിട്ടുണ്ട്. വളരെ ലേറ്റായിട്ടാണ് വണ്ടി ഓടുന്നത്. ചുരൂർ റെയിൽവേ സ്റ്റേഷനിലെ ഈ വണ്ടിയുടെ കറക്റ്റ് സമയം എന്ന് പറയുന്നത് 1:25 1:25 1:30 ഉച്ചയ്ക്ക് ആ ഒരു ടൈമിലാണ് ചുരൂരിലെത്തേണ്ടത്. വണ്ടി ഇപ്പോൾ 5 മണിയായിട്ടുണ്ട് ചുരൂരിലെത്തിയപ്പോൾ. അത്രയ്ക്ക് ലേറ്റായിട്ടാണ് വണ്ടി ഓടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ജമ്മു താവി എക്സ്പ്രസ് എനിക്ക് തോന്നുന്നു ക്രോസിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി പോകാൻ വേണ്ടിയാണ് പിടിച്ചിട്ടിരുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിക്കകത്ത് കയറി. ഈ കഴിക്കുന്ന സാധനങ്ങളില്ലേ, രാജസ്ഥാനിലെ ഒരു സ്പെഷ്യൽ എന്താ പറയുക, ഒരു മിക്സറാണത്. അങ്ങനെ ചുരൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ AC കമ്പാർട്ട്മെൻറ്റിൽ എല്ലാം വൃത്തിയാക്കലും പിന്നെ അതുപോലെ ഈ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ അടുക്കി വെപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് ഹിസാർ ചെല്ലുന്നതിന് മുന്നേ ഇവർ ഈ സാധനങ്ങളെല്ലാം ക്ലിയർ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കുറ്റിക്കാടുകളില്ലേ, ഇതെല്ലാം രാജസ്ഥാനിലെ കിട്ടുന്ന സ്ഥലങ്ങളാണ് കണ്ടോ.
അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ഏരിയ ആണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം കൃഷിയാണ്. ഏറ്റവും കൂടുതൽ കടുകാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഈ ഗോതമ്പ് അങ്ങനെയുള്ള ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കൃഷി ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പം അടുത്തൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷനിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും മിക്കവാറും സ്റ്റോപ്പ് വണ്ടി നിർത്താൻ ചാൻസ് ഉണ്ട്. കാരണം വണ്ടി നല്ല സ്ലോ ആയിട്ടുണ്ട്. ഇപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ് ഏകദേശം അവസാനിക്കാറായി. ഇപ്പോൾ ഈ ടൈമൊക്കെ ആകുമ്പോഴത്തേന് തണുപ്പ് അവസാനിക്കും. അപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ആകുമ്പോഴത്തേന് തണുപ്പിൻ്റെ ആ ഒരു കാഠിന്യം കുറഞ്ഞ് വരും കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഇപ്പം ഒരു ചെറിയൊരു സ്റ്റേഷൻ വരുന്നുണ്ട്. ഏത് സ്റ്റേഷനാണെന്ന് നോക്കട്ടെ. ഈ സ്റ്റേഷൻ്റെ പേരാണ് എന്താണ് നോക്കട്ടെ ദുധ്വ ഖറ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഇത് ഒരു ബ്യൂട്ടിഫുൾ ഏരിയയിൽ ഉള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ അത്യാവശ്യം നല്ല ക്ലിയറാണ്, നല്ല വൃത്തിയുണ്ട്. അത് രാജസ്ഥാനിൽ എത്തിയപ്പോൾ തന്നെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും നല്ല ക്ലിയറാണ് കേട്ടോ. പണ്ടത്തെ കൂട്ടല്ല, ഇപ്പോൾ എല്ലാ സ്റ്റേഷനുകളിലും നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര ഏകദേശം അവസാനിക്കാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹിസാറിൽ ഏകദേശം ഒരു 7:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഹിസാറിലെത്തും. ഒരു 4 മണി സമയമായിരുന്നു ഹിസാറിലെത്തേണ്ടത്. പക്ഷേ 4-5 മണി സമയമായിരുന്നു. പക്ഷേ വണ്ടി 4 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പം 7-7:30 ആകുമ്പോഴത്തേക്കിന് ഹിസാറിലെത്തും. അപ്പോൾ ഹിസാറിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ ഹോട്ടലിലോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കാണുക. തുടർന്നുള്ള ദിവസങ്ങളിൽ പുതിയ വീഡിയോകൾ വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഹിസാർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഹിസാർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിയാണ്. നല്ല മുടിഞ്ഞ തണുപ്പാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഓവർകോട്ട് എടുത്തിട്ടില്ല. സംഭവം മഞ്ഞ് കുറവാണെന്ന് അവൻ വിളിച്ച് പറയുകയും ചെയ്തു. എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഭയങ്കര മഞ്ഞാണ്. നമ്മുടെ കോച്ചാണ് കേട്ടോ. അങ്ങനെ ഗുഡ് ബൈ, നമ്മുടെ വണ്ടിയോടൊരു ഗുഡ് ബൈ പറഞ്ഞാണ്. ഇത്രയും ദിവസം അതിനകത്തിരുന്ന് AC ആണെങ്കിലും സുഖമായിരുന്നു. അങ്ങനെ നമ്മൾ ഹിസാർ റെയിൽവേ സ്റ്റേഷനകത്ത് എത്തിയിരിക്കുകയാണ്. നല്ല കിടിലൻ റെയിൽവേ സ്റ്റേഷനാണ്. ഫുള്ള് നല്ല നീറ്റാണ്. എനിക്ക് എന്ത് പറഞ്ഞാലും നീറ്റാണ് ഇവിടെ എല്ലാം കേട്ടോ. മരവും അത്യാവശ്യം നല്ല വൈബ് പിടിച്ചൊരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. അത്യാവശ്യം നല്ല എന്താ പറയുക, തിരക്കൊക്കെ വന്നു കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാനും പോകാനും വരാനും ഒക്കെ നല്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇതാണ് ഹിസാർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡ്. കുഞ്ഞു ഓട്ടോകളൊക്കെ ഉണ്ടോ. ഇങ്ങനെയുള്ള ഓട്ടോകളാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഗുഡ് ബൈ ഫ്രണ്ട്സ്, ടാറ്റാ.